നമസ്കാരം. ഒരു പുതിയ മാസം ആരംഭിക്കാൻ പോവുകയാണ്. ഈ മാസവുമായി ബന്ധപ്പെട്ട് അഥവാ മെയ് മാസവുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം. മഹാരാജയോഗം തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ മഹാരാജയോഗം അഥവാ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക, വിജയങ്ങൾ കരസ്ഥമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ നക്ഷത്രക്കാർക്ക് സമയം അനുകൂലം തന്നെയാകുന്നു. കൂടാതെ ഇവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതും വിശദമായി തന്നെ പറയാം. കൂടാതെ ഈ സമയം, അതായത് മെയ് 1 വ്യാഴമാറ്റം സംഭവിക്കുന്ന ദിവസമാകുന്നു. അതീവ പ്രാധാന്യമുള്ള ദിവസം. ഇന്നേ ദിവസം ചില നക്ഷത്രക്കാർക്കും ശുഭകരമാണ്. അതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഇനി മെയ് മാസവുമായി ബന്ധപ്പെട്ട് മഹാരാജയോഗവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മാസാധ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ്. കാരണം 10, 11 ഭാവങ്ങളിലായി ആദിത്യനും 11 വ്യാഴവും സഞ്ചരിക്കുകയാൽ ഈ സമയം നിങ്ങൾക്ക് ന്യായമായ ആഗ്രഹങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയം. കഴിവുകൾ നിങ്ങൾക്കുണ്ട്. അത് അംഗീകരിക്കപ്പെടുന്നതായ സമയം വന്ന് ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിവുകൾ പ്രകാശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മുടങ്ങിപ്പോയതായ പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. തൊഴിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പരിഹാരം ലഭിക്കും. പാരമ്പര്യമായി ചെയ്തു വരുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തകർക്ക് ജനങ്ങളുടെ പിന്തുണ വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാണ്. ഈ സമയം ഭാഗ്യം വർദ്ധിക്കുന്ന സമയമാകുന്നു. ധനപരമായ വളർച്ച നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂര നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. മഹാരാജയോഗം നിമിത്തം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക, കൂടാതെ ഈ സമയം ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അഭിപ്രായം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പല ദൗത്യങ്ങളും വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ആദായകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ജോലികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അകൽച്ച നീങ്ങുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. പരീക്ഷകളിൽ ഉന്നത വിജയങ്ങൾ തന്നെ കരസ്ഥമാക്കുവാൻ സാധിക്കും. തുടർ പഠനം, ഉന്നത വിദ്യാഭ്യാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. എന്നാൽ സാമ്പത്തികപരമായി അല്പം ശ്രദ്ധ പുലർത്തണം. വളരെയധികം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. ഈ സമയം ഭാഗ്യപരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകും. കൂടാതെ ഈ സമയം അഭിപ്രായവുമായി ബന്ധപ്പെട്ട് പരിഗണനകൾ ലഭിക്കും. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കാം. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ബിസിനസ്, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം അല്പം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ എല്ലാ വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. ഈ സമയം കർമ്മ മേഖലയിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റുള്ളവർ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം.
ഗൃഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട തടസ്സങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. സാമ്പത്തികപരമായ ഉയർച്ച, പുതിയ ജോലി ലഭിക്കുക, ഈ സമയം നിങ്ങളുടെ മാനസികപരമായ ക്ലേശങ്ങൾ അകലുക, അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനോടൊപ്പം വന്നു ചേർന്നിരിക്കുന്ന ദൗർഭാഗ്യം ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയം. വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ആത്മശക്തി വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ പഠിക്കുവാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ശ്രദ്ധയും താല്പര്യവും വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പല രീതിയിലുള്ള തർക്കങ്ങൾ, അത്തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം വേതന വർധനവ് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ആഗ്രഹിച്ച രീതിയിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അനാവശ്യമായ ആലോചനകൾ, ചിന്തകൾ എന്നിവ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ലക്ഷ്യബോധം വന്നു ചേരും. ധനപരമായ ഉയർച്ച വന്നു ചേരും. പല വഴികളിലൂടെയും ധനം വന്നു ചേരും. ബിസിനസ്, കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക ബാധ്യതകൾക്ക് അയവ് വന്നു ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരും. എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തുക. അമിതമായ ആത്മവിശ്വാസം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഈ സമയം ജോലി ലഭിക്കുവാനോ വിദേശത്തേക്ക് പോകുവാനോ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതായ ഒരു മാസം എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ഒരു മാസമാണ് എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയം ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമൂഹികപരമായ അംഗീകാരങ്ങൾ തേടിയെത്തും. അഭിമുഖങ്ങളിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ഏത് കാര്യവും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് ചെയ്യേണ്ടതാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില വാക്കുകൾ നിങ്ങളെ വിഷമിപ്പിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരാം. നാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കലാകാരന്മാർക്ക് അനുകൂലമായ ഫലം വന്നു ചേരും. ഊഹക്കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ, ജോലികളിൽ വിജയങ്ങൾ വരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായി ഭവിക്കുന്ന സമയമായതിനാൽ തന്നെ ഏതെങ്കിലും വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിൽപ്പനകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വസ്തു വിൽപ്പനകൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച നേടുന്നതിനോടൊപ്പം ജോലി മാറുവാനോ പുതിയ ജോലി ലഭിക്കുവാനോ സാധ്യതകളുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. വന്നു ചേർന്നിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കച്ചവടവുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കാം. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടുള്ളതല്ല. ഈ സമയം തൊഴിൽ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനോടൊപ്പം തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പക്വത വർദ്ധിക്കുകയും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും. വീടുപണി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സമയം കൂടിയാണ്. തീർച്ചയായും ഈ സമയം ശ്രദ്ധാപൂർവം നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും, അഥവാ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. വാക്തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിവായി നിൽക്കുക. അതല്ല എങ്കിൽ സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുവാനും ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കാനും
സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും.